സ്ത്രീപീഡന കേസ് ഏതായാലും ഇല്ലാതെയായി. അതുകൊണ്ട് രാഹുലിനെ കുടുക്കാൻ വേറെ കേസുണ്ടോ എന്ന് നോക്കുകയാണ് പിണറായിയുടെ ക്രൈംബ്രാഞ്ച് സംഘം. രാഹുൽ മാങ്കൂട്ടം കേസ് ആവിയായി അന്തരീക്ഷത്തിൽ ലയിക്കുന്നുവെന്ന് നമ്മൾ കുറച്ചു ദിവസങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. കേരളം ഒന്നടങ്കം പറഞ്ഞ ആ വിഷയം ഇന്ന് രാവിലെ മുതൽ അതിൻ്റെ പൂർണ്ണമായ ആധികാരികതയോടെ തന്നെ വാർത്തകൾ വന്നു തുടങ്ങിയിരിക്കുന്നു. രാഹുലിനെതിരെ ഒരു സ്ത്രീക്കും പരാതിയില്ല എന്നാണ് പറയുന്നത്. ഒന്ന് നോക്കൂ, ഇവിടെ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞ് പിണറായി വിജയന്റെ പോലീസ് കേസെടുക്കുന്നത് കാണാം. ആരാണ് യഥാർത്ഥത്തിൽ മഹത്തരമായി നമ്മളെല്ലാം കാണുന്ന ഈ സ്ത്രീത്വത്തെ അപമാനിക്കുന്നതെന്ന് വിലയിരുത്തേണ്ടതാണ്. ഒരാഴ്ചയിലേറെയായി ഗർഭം അന്വേഷിച്ച് നടക്കുകയും തങ്ങളുടെ മാനം പണയം വെച്ചിട്ടാണെങ്കിലും പരാതി പറയാൻ തയ്യാറുണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കുന്നതും പിണറായി വിജയന്റെ പോലീസാണ്. അവരാണ് യഥാർത്ഥത്തിൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്നത് എന്ന് പറയേണ്ടി വരും. ഏതായാലും സ്ത്രീ പീഡനമാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തൊഴിലെന്നും പറഞ്ഞ് അപമാനിച്ചില്ലാതാക്കാൻ ശ്രമിച്ചവരെയെല്ലാം കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് ക്രൈംബ്രാഞ്ച് പരാജയം സമ്മതിച്ചിരിക്കുന്നു. അതോടെ മാങ്കൂട്ടം MLA-യും അതുവഴി കോൺഗ്രസിനെയും ഇല്ലാതാക്കാൻ വേണ്ടി തെരുവിലിറങ്ങിയവർ എല്ലാവരും വീട്ടിൽ പോയി. ഇനിയും ആ പേര് പറഞ്ഞ് സമരം ചെയ്താൽ കേരളത്തിലെ സ്ത്രീകൾ തന്നെ ചൂലുകൊണ്ടടിക്കും എന്ന സ്ഥിതിയിലായിരിക്കുകയാണവർ. അതുകൊണ്ട് മാങ്കൂട്ടം വിഷയം ആവിയായ സ്ഥിതിക്ക് പിണറായി വിജയന് വേണ്ടി ക്രൈംബ്രാഞ്ച് മറ്റൊരു കേസ് പൊക്കിക്കൊണ്ടുവരികയാണ്. അതും ഈ റിപ്പോർട്ടർ ചാനലിൻ്റെ സഹായത്തോടെ തന്നെ. അതായത് റിപ്പോർട്ടർ TV പുറത്തുവിട്ട വാർത്താ പ്രകാരം യൂത്ത് കോൺഗ്രസ് വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിൽ ക്രൈംബ്രാഞ്ചിന് നിർണായക തെളിവുകൾ ലഭിച്ചുവെന്നും മാങ്കൂട്ടത്തിലിൻ്റെ നാടായ അടൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ചതിൻ്റെ തെളിവുകളാണ് ലഭിച്ചതെന്നും ആ വാർത്തയിൽ പറയുന്നു. ഇവരൊക്കെ പൂർണ്ണമായും ടാർഗറ്റ് ചെയ്യുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലും ജില്ലാ ഉപാധ്യക്ഷന്മാരുമടക്കം 7 പേരാണ് ഈ കേസിലെ പ്രതികളായിട്ടുള്ളത്. അതിലും വലിയ മഹാത്ഭുതം എന്ന് തോന്നിക്കുന്ന തെളിവാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിരിക്കുന്നത്. അതായത് ഇവരുടെ ഫോണുകളിൽ നിന്ന് ലഭിച്ച ചില ശബ്ദ സന്ദേശങ്ങളിൽ വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ പേര് അത് പരാമർശിച്ചതായി കണ്ടെത്തിയിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ രാഹുലിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാൻ ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിരിക്കുന്നു. ഒരു ഫോൺ കോളിൽ മാങ്കൂട്ടത്തിലിൻ്റെ പേര് വന്നു എന്നാണ് പറയുന്നത്. ആരോടോ സംസാരിച്ചതിനുള്ളിൽ മാങ്കൂട്ടം എന്ന് പേരുണ്ടായിരുന്നു എന്നാണ് കണ്ടെത്തൽ. അതിഭയങ്കരമാണ് ആ കണ്ടെത്തൽ. ഇതേ കണ്ടെത്തലാണ് റിപ്പോർട്ടർ TVയുടെ വാക്കും കേട്ട് മുഖ്യമന്ത്രി പീഡനക്കേസിലും അന്വേഷിക്കാൻ ഇറങ്ങിയത്. ഒരാഴ്ചക്കാലം തലങ്ങും വിലങ്ങും തപ്പിയിട്ടും ഒരു പരാതിയും റിപ്പോർട്ടർ ചാനൽ പുറത്തുവിട്ട ഗർഭവും ഒന്നും കണ്ടെത്താൻ പിണറായിയുടെ ക്രൈംബ്രാഞ്ചിന് കഴിഞ്ഞിട്ടില്ല. ഈ ശബ്ദ സന്ദേശം നൽകിയ യുവതിയെക്കുറിച്ചും അവർക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോഴാണ് മാങ്കൂട്ടം വർഷങ്ങളായി വെല്ലുവിളിച്ചു കൊണ്ടിരിക്കുന്ന വ്യാജ തിരിച്ചറിയൽ കാർഡ് വിഷയത്തിൽ ഒരു കൈനോക്കാൻ ക്രൈംബ്രാഞ്ച് അധര വ്യായാമം ആരംഭിച്ചിരിക്കുന്നത്. ഇത്രയും വലിയ സന്നാഹങ്ങളോടെ വാർത്താ സമ്മേളനം വിളിച്ച മുഖ്യമന്ത്രി തന്നെ പറഞ്ഞ ഒരു കാര്യം അതുപോലും തെളിയിക്കാൻ കഴിയാതെ ഒരു പയ്യന്റെ മുന്നിൽ തോറ്റുപോയ പോലീസ് സംവിധാനമാണ് പുതുതായി ഒരു കേസുണ്ടാക്കി കൊണ്ടുവന്നിരിക്കുന്നത്. അതും റിപ്പോർട്ടർ ചാനലിൻ്റെ വാക്കും കേട്ട്. ഒന്ന് ചീറ്റിപ്പോയ സ്ഥിതിക്ക് ഇതൊന്നും കേരളം ഇനി ശ്രദ്ധിക്കാനേ പോകുന്നില്ല. ഇനി അതിലും നാണം കെട്ടാൽ ഇവരുടെ പണി തീരും എന്നുറപ്പാണ്.